നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ. വല്ലച്ചിറ ഭഗവാൻ ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവം ഭക്തിസാന്ദ്രമായി. വിവിധ ദേശങ്ങളുടെ കാവടി ആഘോഷം വർണ്ണാഭമായി. ചടങ്ങുകളിൽ പങ്കാളികളായി നൂറുകണക്കിന് ഭക്തർ. കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താന്യം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ ധർണ നടത്തി. DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. കഴിമ്പ്രം VPM SNDP ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്താൻ നടപ്പിലാക്കുന്ന പഠന പ്രോത്സാഹന പദ്ധതിയുടെ ഭാഗമായുള്ള എഡ്യു ഫെസ്റ്റ് നടന്നു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്തു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ഇന്നും തൃശൂരിൽ SFIയുടെ കരിങ്കൊടി പ്രതിഷേധം. ഏങ്ങണ്ടിയൂരിൽ വെച്ചായിരുന്നു ഗവർണറെ കരിങ്കൊടി കാട്ടിയത്. സംഭവത്തിൽ 2 വനിതകൾ ഉൾപ്പെടെ 14 പേരെ കസ്റ്റഡിയിലെടുത്തു. വാർത്തകൾ വിശദമായി. വല്ലച്ചിറ ഭഗവാൻ ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവം ഭക്തിസാന്ദ്രമായി. വിവിധ ദേശങ്ങളുടെ കാവടി ആഘോഷം വർണ്ണാഭമായി. കുംഭഭരണി ദിവസമായ വ്യാഴാഴ്ച ഗണപതി ഹോമം, വിശേഷാൽ പൂജ, നവകം, പഞ്ചഗവ്യം, കളഭാഭിഷേകം എന്നിവ നടന്നു. തുടർന്ന് തിടമ്പേറ്റിയ ഗജവീരന്മാരും ദേശക്കാരുടെ കാവടി, താളമേളങ്ങൾ എന്നിവയോടെ ചിറവലത്തിന് എഴുന്നള്ളിച്ചു. വൈകിട്ട് നിറമാല, ദീപാരാധന, കേളി എന്നിവ നടന്നു. രാത്രി 3 ഗജവീരന്മാരെ അണിനിരത്തി പഞ്ചാരി മേളത്തിന്റെ അകമ്പടിയോടെ ഭഗവതിയുടെ തിടമ്പ് താലത്തോടെയുള്ള പുറത്തേക്കെഴുന്നള്ളിപ്പും കുരുതിയുമുണ്ട്. ചടങ്ങുകളിൽ നൂറുകണക്കിന് ഭക്തർ പങ്കാളികളായി. കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താന്യം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ ധർണ നടത്തി. DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ കൊടുക്കേണ്ട കൃത്യമായ ഗ്രാമപഞ്ചായത്തുകൾക്ക് കൊടുക്കേണ്ട കൃത്യമായ വിഹിതം കൊടുക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല. ബഹുമാനിയായ മിനി ജോസ് ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തെ അവരെ സ്വാഗതം ചെയ്യുകയാണ്. കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ പദ്ധതി നിർവഹണം 2023-24 പൂർത്തീകരിക്കാൻ മാർച്ച് 31-നകം അവസാനിക്കണം. വിരലിലെണ്ണാവുന്ന ദിവസം മാത്രമേ ഗ്രാമപഞ്ചായത്തുകളുടെ മുന്നിലുള്ളൂ. ഫണ്ട് കൊടുക്കാതെ ഒരു നടപടിയും പഞ്ചായത്തുകൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല. നിലവിൽ തന്നെ അനുവദിക്കപ്പെട്ട 1-ാം ഗഡുവാണെങ്കിലും 2-ാം ഗഡുവാണെങ്കിലും അതിന്റെ ബില്ല് മാറാൻ ട്രഷറിയിലേക്ക് ചെന്നാൽ ആ ബില്ലൊന്നും മാറ്റിക്കൊടുക്കുന്നില്ല. ബില്ലുകളെല്ലാം ക്യൂ സിസ്റ്റത്തിലാണ് എന്ന് പറഞ്ഞ് പിടിച്ചു വെക്കുന്ന സമീപനമാണ് ട്രഷറിയിൽ നിന്ന് ധനകാര്യ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ഉണ്ടാകുന്നത്. 1 ലക്ഷത്തിന് മുകളിലുള്ള സംഖ്യ ഇപ്പോൾ മാസങ്ങളായിട്ട് ഒരിക്കൽ പോലും മാറിക്കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറാകുന്നു. തദ്ദേശ സ്ഥാപനങ്ങളോട് സംസ്ഥാന സർക്കാർ അവഗണന കാട്ടുകയാണെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. മണ്ഡലം പ്രസിഡന്റ് MK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് മുൻ സെക്രട്ടറി അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ, പഞ്ചായത്ത് അംഗങ്ങളായ ആന്റോ തൊറയൻ, മിനി ജോസ്, കോൺഗ്രസ് നേതാക്കളായ CT ജോസ്, MB സജീവൻ, KN വേണുഗോപാൽ, VK പ്രദീപ് എന്നിവർ സംസാരിച്ചു. ഷാഹിർ വലിയകത്ത്, ബെന്നി തട്ടിൽ, വിനയൻ കൂനമ്പാട്ട്, നിസാർ കുമ്മംകണ്ടത്ത്, പ്രമോദ് കണിമംഗലത്ത്, ഗോപാലകൃഷ്ണൻ, CA ബാബു, ഷംസുദ്ദീൻ ചെമ്മാപ്പള്ളി, അജയൻ പറവത്ത്, സാജൻ കുറ്റിക്കാട്ടുപറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. കഴിമ്പ്രം VPM SNDP ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്താൻ നടപ്പിലാക്കുന്ന പഠന പ്രോത്സാഹന പദ്ധതിയുടെ ഭാഗമായുള്ള എഡ്യു ഫെസ്റ്റ് നടന്നു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ അഹങ്കരിക്കുന്ന, നമ്മൾ അഭിമാനം കൊള്ളുന്ന, നമ്മൾ സ്നേഹത്തോടെ ഓർക്കുന്ന എന്ന് പറഞ്ഞാൽ SNDP യോഗത്തിന്റെ സ്കൂളുകളുടെ ഞങ്ങളൊരു പൊൻതൂവലായി ഇന്നും 100 മേലെ പെയ്തുകൊണ്ടിരുന്ന ഒരു തൂളായിരുന്നു. ഹയർ സെക്കൻഡറി ആയി അങ്ങനെ വളർന്നു.
കുട്ടികളും ഏറെയായി, പ്രത്യേകിച്ചും സാധാരണക്കാർ ഏറെ പഠിക്കുന്ന ഒരു വിദ്യാലയമാണ്. ഇവിടെ എല്ലാം വലിയ ഉപരോക്ഷരായ, പ്രമാണിമാരായ, സമ്പന്നന്മാരായ ആളുകൾ ആരും പഠിക്കുന്നത് അല്ല. ഈ പ്രദേശത്ത് സാധാരണക്കാർ മാത്രം തിങ്ങിപ്പാർക്കുന്ന രക്ഷകർത്താക്കൾക്ക് അവർക്ക് പഠിപ്പിക്കാൻ ആശയുള്ള ഏക സ്ഥാപനമായി ഇവിടെ വരികയും അതിന് കരിമ്പറ സ്കൂൾ, ഞാൻ ആദ്യം വന്ന കാലത്ത് ബസ്സൊക്കെ ഇട്ട് രാത്രിയും പകലും കുട്ടികളെ പഠിപ്പിക്കുന്ന രക്ഷകർത്താക്കൾ, ആ PTA അതിനെ സപ്പോർട്ട് ചെയ്യാൻ വെൽഫെയർ കമ്മിറ്റി, 2-3 കമ്മിറ്റി തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ എന്നും ആവേശകരമായി ഇതിനെ അവർ വളർത്തി ഉയർത്തി. പക്ഷെ കാലങ്ങൾ കഴിഞ്ഞു, ഇന്നിപ്പോൾ 18 ഡിവിഷൻ പോക്കായി. PTA പ്രസിഡന്റ് രമേശ് പള്ളത്ത് അധ്യക്ഷത വഹിച്ചു. SN ട്രസ്റ്റ് ബോർഡ് അംഗം പ്രീതി നടേശൻ, SNDP യോഗം നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് എന്നിവർ മുഖ്യാതിഥികളായി. പ്രിൻസിപ്പൽ OV സാജു, PTA എക്സിക്യൂട്ടീവ് അംഗം KS സജിൻ എന്നിവർ സംസാരിച്ചു. LKG മുതൽ +2 വരെയുള്ള 1250 വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. ഉപജില്ലാ ദേശീയ തലത്തിൽ വരെ മികവ് തെളിയിച്ച കുട്ടികളും ചടങ്ങിൽ ആദരവേറ്റുവാങ്ങി. സ്കൂളിന്റെ 110ാം വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പും ചടങ്ങിൽ നടന്നു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ഇന്നും തൃശൂരിൽ SFIയുടെ കരിങ്കൊടി പ്രതിഷേധം. ഏങ്ങണ്ടിയൂരിൽ വെച്ചായിരുന്നു ഗവർണറെ കരിങ്കൊടി കാട്ടിയത്. സംഭവത്തിൽ 2 വനിതകൾ ഉൾപ്പെടെ 14 പേരെ കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ബിരുദദാന ചടങ്ങിനെത്തിയ ഗവർണർക്കെതിരെ SFI വിവിധയിടങ്ങളിൽ കരിങ്കൊടി പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. 10ലധികം വരുന്ന SFI പ്രവർത്തകരുടെ നേതൃത്വത്തിലായിരുന്നു ഏങ്ങണ്ടിയൂരിൽ കരിങ്കൊടി പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഗവർണറുടെ വാഹനത്തിന് തൊട്ടരികിലെത്തിയാണ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത്. CRPF സുരക്ഷയും പോലീസ് സുരക്ഷയും മറികടന്നായിരുന്നു പ്രതിഷേധം. സംഭവത്തിൽ 2 വനിതകൾ ഉൾപ്പെടെ 14 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇതിനിടെ കരിങ്കൊടി കാട്ടാനെത്തിയ SFI പ്രവർത്തകരെ BJP പ്രവർത്തകർ തടയാൻ ശ്രമിച്ചത് സംഘർഷത്തിന് ഇടയാക്കി. ഇരിങ്ങാലക്കുടയിൽ ടൗൺ ഹാൾ പരിസരത്ത് ഗവർണർക്കെതിരെ SFIയുടെ പോസ്റ്റർ പ്രചരണം. ജില്ലയിൽ വിവിധയിടങ്ങളിൽ പരിപാടികളിൽ പങ്കെടുക്കാൻ എത്തിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ SFI വ്യാപകമായി കരിങ്കൊടി പ്രതിഷേധം സംഘടിപ്പിക്കുന്നതിനിടെയാണ് ജില്ലയിലെ അവസാന പരിപാടിയായി നടത്തുന്ന ഇരിങ്ങാലക്കുട ടൗൺ ഹാളിലെ മഹാത്മാ പാദമുദ്ര അറ്റ് 90 എന്ന പരിപാടി നടക്കുന്ന ടൗൺ ഹാൾ പരിസരത്ത് വ്യാപകമായി SFI ഗവർണർക്കെതിരായി പോസ്റ്ററുകൾ പതിപ്പിച്ചിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലം കൂടിയായ ഇരിങ്ങാലക്കുടയിൽ സർവകലാശാലകളുടെ വിഷയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നടക്കുന്ന പ്രതിഷേധം ശക്തമാക്കുവാൻ സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുള്ള സാഹചര്യത്തിൽ പോലീസ് സുരക്ഷയും ശക്തമാക്കിയിട്ടുണ്ട്. ഇരിങ്ങാലക്കുടയിലും SFI പ്രവർത്തകർ കരിങ്കൊടി പ്രതിഷേധം നടത്താൻ സാധ്യതയുള്ളതിനാൽ തന്നെ ഗവർണറുടെ റൂട്ട് പോലീസ് പുറത്തുവിട്ടിട്ടില്ല. കേന്ദ്ര നയങ്ങൾക്കെതിരെ സംയുക്ത കിസാൻ മോർച്ചയും വിവിധ തൊഴിലാളി സംഘടനകളും ആഹ്വാനം ചെയ്ത ഗ്രാമീൺ ഭാരത് ബന്ദ് വെള്ളിയാഴ്ച. ബന്ദ് കേരളത്തെ ബാധിക്കില്ല. കേരളത്തിൽ പ്രകടനം മാത്രമുണ്ടാകുമെന്ന് സംഘടനകൾ അറിയിച്ചു. ഭാരത് ബന്ദ് കേരളത്തിലെ ജനജീവിതത്തിന് തടസ്സമുണ്ടാകില്ല. രാവിലെ 10-ന് രാജ്ഭവന് മുമ്പിലും ജില്ലാ കേന്ദ്രങ്ങളിലും പ്രതിഷേധമുണ്ടാകും. രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ ഉച്ചയ്ക്ക് 12 മുതൽ 4 വരെ റോഡ് തടയലും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പെരിങ്ങോട്ടുകര തോന്നിയക്കാവ് ഭഗവതി ക്ഷേത്രം പുത്തൻപീടുക അശ്വതി വേല ആഘോഷത്തിന്റെ ഭാഗമായി 10+ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വേലയ്ക്ക് വരുന്ന ഭക്തജനങ്ങൾക്ക് സൗജന്യ ശീതളപാനീയ വിതരണം നടത്തി. തോന്നിയക്കാവ് അമ്പല പരിസരത്ത് നടന്ന സൗജന്യ ശീതളപാനീയ വിതരണം താന്യം ഗ്രാമപഞ്ചായത്ത് അംഗം ആൻഡോ തൊറയൻ പുത്തൻപീടികയിൽ വ്യാപാരി വ്യവസായി അംഗമായ AV ആൽവിന് നൽകി ഉദ്ഘാടനം ചെയ്തു. 10+ കൂട്ടായ്മ പ്രസിഡന്റ് ബിമൽ തണ്ടാശ്ശേരി, സെക്രട്ടറി മണിലാൽ തണ്ടാശ്ശേരി, ട്രഷറർ രാകേഷ് വട്ടുകുളം, പ്രതീഷ് എന്നിവർ പ്രസംഗിച്ചു. ബിനോയ് TR, സതീഷ്, സനോജ് എന്നിവർ നേതൃത്വം നൽകി. സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ ഇടിവ്. സ്വർണ്ണവില ഈ മാസത്തെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിൽ. പവന് 80 രൂപ കുറഞ്ഞ് 45,520 രൂപയാണ് പുതിയ നിരക്ക്. ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കാണിത്. ഗ്രാമിന് 10 രൂപ കുറഞ്ഞ് 5,690 എന്ന നിരക്കിലാണ്.
മാസാദ്യം ഗ്രാമിന് 5815 രൂപ ഉണ്ടായിരുന്നിടത്ത് നിന്നാണ് ഈ നിലയിലേക്ക് കുറഞ്ഞത്. 12 ദിവസത്തിനിടെ 1 പവൻ സ്വർണത്തിന് 1000 രൂപയാണ് കുറഞ്ഞത്. കുംഭം പിറന്നതിനൊപ്പം സംസ്ഥാനത്ത് വേനൽ ചൂടും ഉയർന്നു. ജില്ലയിലും ചൂട് വർദ്ധിച്ച് വരികയാണ്. എല്ലായിടത്തും പതിവിലും കൂടുതൽ ചൂടാണ് അനുഭവപ്പെടുന്നതെന്നാണ് റിപ്പോർട്ട്. മാർച്ചിൽ എത്തുന്ന ചൂട് ഇത്തവണ നേരത്തെ എത്തുന്ന രീതിയാണ് കാണുന്നത്. ഫെബ്രുവരിയിൽ തന്നെ പകൽച്ചൂട് വർദ്ധിച്ചു തുടങ്ങിയതാണ് ആശങ്ക. ഈ വർഷം എൽനിനോ പ്രതിഭാസം നിലനിൽക്കുന്നതിനാൽ വരണ്ട കാലാവസ്ഥയായിരിക്കുമെന്ന വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ചൂട് വർദ്ധിക്കുന്നതുമൂലം ആരോഗ്യ പ്രശ്നങ്ങളിൽ ജാഗ്രത വേണമെന്ന് സംസ്ഥാന ആരോഗ്യ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. നിർജ്ജലീകരണ സാധ്യത കൂടുതലായതിനാൽ ധാരാളം വെള്ളം കുടിക്കണം, നേരിട്ട് വെയിൽ കൊള്ളരുത് തുടങ്ങിയ മുന്നറിയിപ്പുകളാണ് അധികൃതർ നൽകുന്നത്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സംസ്ഥാനത്ത് കനത്ത ചൂടാണ് രേഖപ്പെടുത്തിയത്. വിവിധ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ശരാശരി ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസിനോട് അടുത്താണെന്നും ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ അറിയിച്ചു. അടുത്ത 2 മാസവും ചൂട് ഇനിയും കൂടാനാണ് സാധ്യത. കുറഞ്ഞ താപനില 25 ഡിഗ്രിക്ക് മുകളിലേക്ക് പോകുന്നതും കൂടിയ താപനില 38 ഡിഗ്രിയിലെത്താനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. പകൽ പുറത്തിറങ്ങുമ്പോൾ താപന പ്രതിരോധ സംവിധാനങ്ങളായ കുട, പോളിസ്റ്റർ ഇതര വസ്ത്രങ്ങൾ, കുടിവെള്ളം എന്നിവ കരുതണം. ഉച്ചയ്ക്ക് പുറത്ത് ജോലിയെടുക്കുന്നവരും ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പുണ്ട്. അമ്മാടം ഗവൺമെന്റ് LP സ്കൂളിൽ പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം വെള്ളിയാഴ്ച നടക്കും. രാവിലെ 10 നടക്കുന്ന ചടങ്ങിൽ CC മുകുന്ദൻ MLA ശിലാസ്ഥാപനം നിർവഹിക്കും. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ, VG വനജകുമാരി എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. അമ്മാടം മുള്ളക്കര കോഴിക്കാട്ടിൽ ഉണ്ണിച്ചക്കൻ നിര്യാതനായി. 76 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. തങ്കമണിയാണ് ഭാര്യ. സജീവൻ, പരേതനായ രജീവൻ എന്നിവർ മക്കളും സതി മരുമകളുമാണ്. ചേർപ്പ് കലയിക്കാട്ട് KK സത്യൻ എന്ന ജോൺ കലയിക്കാട്ട് നിര്യാതനായി. 64 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 5690 രൂപ, പവന് 45,520 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. വല്ലച്ചിറ ഭഗവാൻ ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവം ഭക്തിസാന്ദ്രമായി. വിവിധ ദേശങ്ങളുടെ കാവടി ആഘോഷം വർണ്ണാഭമായി. ചടങ്ങുകളിൽ പങ്കാളികളായി 100 കണക്കിന് ഭക്തർ. കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താന്യം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ ധർണ നടത്തി. DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. കഴിമ്പ്രം VPM SNDP ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്താൻ നടപ്പിലാക്കുന്ന പഠന പ്രോത്സാഹന പദ്ധതിയുടെ ഭാഗമായുള്ള എഡ്യൂഫെസ്റ്റ് നടന്നു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്തു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ഇന്നും തൃശൂരിൽ SFIയുടെ കരിങ്കൊടി പ്രതിഷേധം. ഏങ്ങണ്ടിയൂരിൽ വെച്ചായിരുന്നു ഗവർണറെ കരിങ്കൊടി കാട്ടിയത്. സംഭവത്തിൽ 2 വനിതകൾ ഉൾപ്പെടെ 14 പേരെ കസ്റ്റഡിയിലെടുത്തു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.